മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ നാട്ടിലേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഉജ്ജ്വലമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പാർട്ടി അണികൾ നൽകുന്നത്. പാർട്ടി നേതാക്കളും അദ്ദേഹത്തോടൊപ്പമുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശരി, വസന്ത് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. അപ്പോൾ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ കാണും. കോൺഗ്രസ് അത് ഒരു വലിയ ജനാധിപത്യ സ്പേസ് ആണ്, ഒരു ഡെമോക്രാറ്റിക് സ്പേസ് എന്ന നിലയിൽ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ, ആവശ്യങ്ങൾ മുമ്പോട്ട് വെക്കാൻ, ക്ലെയിം മുമ്പോട്ട് വെക്കാനൊക്കെ ഉള്ള അവകാശമുണ്ടെന്നേ. അത് മുമ്പോട്ട് വെച്ചിട്ടാണല്ലോ 3 പേരെയും പരിഗണിച്ച ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തി. ആ തീരുമാനം കോൺഗ്രസ് പാർട്ടി ആകെ, കേരളത്തിലെ കോൺഗ്രസ് വിശ്വാസികളാകെ, കോൺഗ്രസ്സുകാരാകെ സ്വീകരിച്ചു കഴിഞ്ഞു. അതിൽ ഒരു നേതാവിനും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ടാണ് 63-ൽ 1 പോലും കുറയാതെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കാണുമ്പോൾ കോൺഗ്രസ് ഞങ്ങൾ ഗവൺമെന്റ് രൂപീകരിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ആ 63 MLA-മാരുടെയും ലെറ്റർ, പിന്തുണ കത്തുമായി ഞങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത് ഒരാൾ പോലും മാറി നിന്നില്ലല്ലോ. ഇനി മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കാണും, അവർക്ക് ക്ലെയിം കാണും, അതൊക്കെ പറയണം. അതൊക്കെ പറയാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. അല്ലാതെ ആര് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചു, ആര് തീരുമാനിച്ചു? ഞാൻ തന്നെ തീരുമാനിച്ചു. ആരാ പ്രതിപക്ഷ നേതാവ്? അത് ഞാൻ തന്നെ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഏതാ ഈ പറയുന്ന ഡിക്റ്റേറ്റർഷിപ്പ് അത് കോൺഗ്രസിൽ ഇല്ല. ഇവിടെ ഉള്ളത് ഡെമോക്രസിയാണ്, ഡിക്റ്റേറ്റർഷിപ്പ് അല്ല. അതുകൊണ്ട് തന്നെ ആ ഡെമോക്രസിയുടെ ഭാഗമായി സംസാരങ്ങൾ ഉണ്ടാവും, ചർച്ചകൾ ഉണ്ടാവും, ഒടുക്കം സമവായം ഉണ്ടാവും. ആ സമവായം ഉണ്ടാകുന്നതോടെ വരെ നിങ്ങൾക്ക് സ്പേസ് ഉണ്ട്, നിങ്ങൾക്ക് പലതും പറയാം. അത് മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ഉദ്ദേശം ന്യൂസ് 18 അല്ല, നിങ്ങൾ മാധ്യമങ്ങളെ ചെയ്തല്ലോ. ഈ പറയുന്ന മാധ്യമങ്ങൾ ചെയ്തു എന്ന് താങ്കൾ പറയരുത്. ഈ നേതാക്കൾ ആ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. മറ്റൊരു കാര്യം, വസന്ത്, ഹൈക്കമാൻഡ് പറഞ്ഞാൽ അക്ഷരം പ്രതി അനുസരിക്കും, പിന്നെ ഒരാളും ഒരക്ഷരം മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തല ഇങ്ങനെ പരിഭവിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായും അക്കാര്യവും പറയേണ്ടി വരും. അപ്പോൾ നേരത്തെ പറഞ്ഞ എന്തിനാണ് അദ്ദേഹം വിഴുങ്ങുന്നത് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹത്തിന്റെ ഈ പരിഭവം കാണുമ്പോൾ. 2 ദിവസമായി അദ്ദേഹം വഴങ്ങിയിട്ടില്ല. ഡോക്ടർ ജയരാജ്, ഇതിൽ വസന്ത് പറഞ്ഞ ഒരു കാര്യം ശരിയാണ് കേട്ടോ. കോൺഗ്രസിൽ ജനാധിപത്യമുണ്ട്, പക്ഷേ CPM-ൽ നടക്കുന്നത് മറ്റൊന്നാണ്. തോറ്റ ക്യാപ്റ്റനെ തന്നെ വീണ്ടും പ്രതിപക്ഷത്തിന് നാവാകാൻ നിയോഗിക്കുന്നു. ഒരു പുതിയ മുഖമില്ല, ഒരു മാറ്റമില്ല, ഒന്നുമില്ല. പിണറായി തന്നെ പ്രതിപക്ഷ നേതാവായി വരുന്നു. അതിനേക്കാൾ ഭേദം കോൺഗ്രസ് ആണ്. അതിനേക്കാൾ ഭേദമാണോ വലുതാണോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സ്നേഹത്തള്ളലിന് ശേഷം പിന്നീട് അടുത്ത പരിപാടി അവതരിപ്പിക്കുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് ഇപ്പോൾ TV-യിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ കോമഡി കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. കാര്യം എന്ത് ചെയ്താലും കൊട്ടേഷൻ ഗുണ്ടകളെ കിട്ടുന്ന ഒരു രാജ്യം തന്നെ കൃത്യമായിട്ട് പറയും. 4 അണികളെ